ഹേ ഗായ്, സമയം 2 മണിയായി. പൊട്ടിപ്പൊരിഞ്ഞ് വെയിലത്ത് സംഭവം എങ്ങോട്ടാണ് റെഡിയായി കുത്തിരിക്കുന്നത് എന്നല്ലേ. എന്നാൽ ഞാൻ പറഞ്ഞിറങ്ങോട്ട് കേട്ടോളൂ. സംഭവം ഒരു ഇഫ്താർ വരുന്നുണ്ട്, കോട്ടക്കലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഫ്താർ വിരുന്നിന് പോകുന്നതും അത് കാണുന്നതൊക്കെ കേട്ടോ. പണ്ട് ഞാൻ മോണ്ടിസോറി ടീച്ചറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടുതലുണ്ട്. 10 വർഷം മുന്നേ കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, എല്ലാവരും ഓരോ തിരക്കിലായിട്ട് അതിലിപ്പോൾ ആർക്കും ഒഴിവുമില്ല കേട്ടോ. ആ സമയത്താണ് പിന്നെ ഈ ഒരു പ്രോഗ്രാം എനിക്ക് കിട്ടുന്നത്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം തന്നെ. അതുകൊണ്ട് ഒരുപാട് സന്തോഷമായിട്ടോ. ഈ നോമ്പ് നോക്കി ഡ്രൈവ് ചെയ്ത് കോട്ടക്കൽ എങ്ങനെ എത്തും എനിക്ക് അറിയില്ല. ഒരു രക്ഷയില്ല, പോട്ടെ, എന്തായാലും ദൈവം കൂടെ ഉണ്ടാവുന്ന ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മഞ്ചേരി എത്തിയിട്ടോ. ഫർഷീനെ കാത്തുക്കാണ്. അങ്ങനെ ഫർഷ എത്തി. ഞങ്ങൾ കോട്ടക്കൽ പോയി. കോട്ടയ്ക്ക് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾക്ക് പോവാണ് കേട്ടോ. ഫർഷിതാക്കണ എല്ലാവരും കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഒരു കിടിലൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. യാത്രക്കാർക്കും നോമ്പ് തുറക്കാർക്കും എല്ലാവർക്കും നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ ഞാനും ഇന്ദും ഇതൊക്കെ കണ്ടപ്പോഴേ ആകെ ബോധം കിട്ടുട്ടോ. ഇന്ദു ആണെങ്കിലും ആദ്യമായിട്ട് കാണണം കേട്ടോ ഇങ്ങനത്തെ ഒരു ഇഫ്താർ മീറ്റ്. എന്തായാലും ഒരുപാട് ഇഷ്ടമായി. ഇത് പിന്നെ നമ്മളൊരു ഗായികയാണ്, പേരും ഞാൻ മറന്നുപോയി. സംഘാണെങ്കിൽ പെട്ടെന്ന് മറക്കും. ഇത് പിന്നെ സംഘുവിൻ്റെ കട്ട ഫാനാണ്, ഇവരെ പേരും ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ നമ്മളിതാക്കണം ബ്ലാക്ക് പന്തർ ഉണ്ട്, ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നമ്മളെ അനിയൻകുട്ടനെ. അങ്ങനെ ഇതാക്കണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. എല്ലാ ഭാഗ്യവും പെട്ടെന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, കാരക്ക ഉണ്ടായിരുന്നു, പിന്നെ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു, എല്ലാ ഭാഗ്യം ഉണ്ടായിരുന്നു. നോമ്പ് നോക്കിയോണ്ട് തന്നെ അത്രയും ദൂരം പോയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ഇത്താൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഫുഡ് വിളമ്പി തന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ കിട്ടുന്ന ആ സന്തോഷം, ആ നിമിഷം, ഇതൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് സന്തോഷം ആ നിമിഷം. ഇവിടുന്ന് പോരാണ്, ആ പപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് പോരാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. സംഭവൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോമ്പ് നോറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു സ്വീകരണം തന്നെ തന്നിട്ടുണ്ട്. വിഷാവരിയോ റൈസ്, അങ്ങനെ ഒരു പ്രത്യേക റൈസ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അടിപൊളി ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പാസ് ചെയ്യുമ്പോഴും ഇനി ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഈ ഹോട്ടലിലേക്ക് തന്നെ വന്നോളി. നമ്മളെ ആ വാഫി റെസ്റ്റോറൻറ്റിലേക്ക് അപ്പോൾ അടുത്ത വീട്ടിൽ കാണാൻ പറ്റും. ടാറ്റാ, ബൈ ബൈ, സീ യു.